നമസ്കാരം. കണ്ണൂരിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ വിമർശനത്തിനെതിരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്ത്. BJP നേതാവ് PK കൃഷ്ണദാസിന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയ തന്നോട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയത് ഔചിത്യമില്ലാത്ത സംഭാഷണമാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തുറന്നടിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷ്ണദാസ് മകളുടെ കല്യാണം ഫോണിൽ വിളിച്ച് പറഞ്ഞത് പ്രകാരമാണ് താൻ അവിടെ പോയത്. കല്യാണം നാട്ടിലാണ് നടക്കുന്നത്. എൻ്റെ പഞ്ചായത്തിലെ ഏച്ചൂർ CR ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടന്നത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ സുരേഷ് ഗോപി കാറിൽ മടങ്ങിയായിരുന്നു. കൈ ഉയർത്തി കാണിച്ചപ്പോൾ താൻ കാറിനരികെ പോയി കൈ കൊടുത്തു. സുരേഷ് ഗോപിയുമായി താൻ MP ആയ കാലത്ത് ഡൽഹിയിൽ വെച്ച് പരിചയമുണ്ട്. അദ്ദേഹത്തെ കാണാറും സംസാരിക്കാറുമുണ്ട്. കൈ കൊടുത്തപ്പോൾ സുരേഷ് ഗോപിയോട് ഇത് എൻ്റെ നാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതും ഏറ്റെടുക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണയായി വിവാഹ ചടങ്ങിൽ നിന്ന് പോയാൽ ആരും ഇത്തരം കാര്യങ്ങളൊന്നും പറയാറില്ല. നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങുന്നതല്ല ഈ നാടെന്ന് മറുപടി പറയാൻ തനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതുപോലെ ഔചിത്യബോധമില്ലാതെ പെരുമാറാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ചിരിക്കുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ. ഇതാണ് തനിക്കെതിരെ കോൺഗ്രസ്സുകാരും ലീഗുകാരും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഇതാണ് അവരുടെ രീതിയെന്നും KK രാഗേഷ് പറഞ്ഞു. തൻ്റെ വാർഡിൽ LDF സ്ഥാനാർത്ഥി തോറ്റത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ പ്രചാരണം നടത്തിയത് കാരണമാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പരസ്യമായ വർഗീയ പ്രചരണം നടത്തി. ലീഗ് പ്രവർത്തകരും ജമാഅത്തെ ഇസ്ലാമിക്കാരും വ്യാപകമായി ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. മതസാഹോദര്യത്തോടെ ജീവിച്ചു വരുന്ന ജനങ്ങളിൽ വർഗീയത വളർത്താൻ ശ്രമിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയും കൂടിയാണ് മത്സരിച്ചതെന്ന് പറയാതെ സങ്കുചിതമായ പ്രചാരണമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ അഴിച്ചുവിട്ടത്. കുന്നോത്തുപറമ്പിൽ LDFനെ തോൽപ്പിക്കാൻ കോലിബി സഖ്യമാണ് പ്രവർത്തിച്ചത്. കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും കോലിബി സഖ്യം ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് ലീഡുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ പല വാർഡുകളും നേരിയ വ്യത്യാസത്തിനാണ് LDF സ്ഥാനാർത്ഥികൾ തോറ്റതെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. UDF നടത്തിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് LDFന്റെ തോൽവിക്കിടയാക്കിയത്. ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. നേരത്തെ UDFൽ നിന്ന് പിടിച്ചെടുത്ത ചില ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം LDF നേടുമെന്നും KK രാഗേഷ് പറഞ്ഞു. താൻ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മേയറും മുൻ മേയറും കുടുങ്ങുന്ന കാലം വിദൂരമല്ലെന്നും രാഗേഷ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി പെരളശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച ബിനോയ് കുര്യൻ മത്സരിക്കുമെന്നും രാഗേഷ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാട്യം ഡിവിഷനിൽ വിജയിച്ച T ഷെപ്ന മത്സരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രണ്ടുപേരും CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മുഴുവൻ നിയമസഭാ സീറ്റുകളും LDFന് നേടാനാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു.